സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ഒരാഴ്ച നിർത്തിവെച്ച IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കും. ലീഗിലെ അവശേഷിക്കുന്ന 17 മത്സരങ്ങളും ഈ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ BCCI ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹിമാചൽ പ്രദേശിലെ ധരംശാലയൊഴികെ മറ്റ് മത്സരവേദികളെല്ലാം നിലനിർത്തിയേക്കും. ഇന്ന് നടക്കുന്ന IPL ഭരണസമിതി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞു. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, IPL ക്രിക്കറ്റ് മത്സരങ്ങൾ സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്നല്ലോ. ഇപ്പോൾ നിലവിൽ ഈ മത്സരങ്ങൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കും എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ മാസം 16-ാം തീയതി മത്സരം പുനരാരംഭിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതായത് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം 16-ാം തീയതി തന്നെ മത്സരങ്ങൾ ആരംഭിക്കും എന്നാണ്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത്, ഈ മത്സരങ്ങൾ 3 വേദികളിലായി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ IPL ഗവേണിംഗ് കൗൺസിലും BCCIയും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണ് കാരണം താരതമ്യേന സുരക്ഷാ ഭീഷണി കുറവുള്ള ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് ഈ 3 സിറ്റികളിലായി അവശേഷിക്കുന്ന 17 മത്സരങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ BCCI ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ഇന്ന് ചേരുന്ന ഗവേണിംഗ് കൗൺസിൽ യോഗം അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പൂർണ്ണമായും ഉണ്ടാവും. ഇന്ന് രാത്രിയോടുകൂടി പുതുക്കിയ ഈ ഒരു മാസത്തുകൊണ്ട് തീർക്കേണ്ട ഈ ഒരു ഷെഡ്യൂള് ഇന്ന് രാത്രി തന്നെ പുറത്തിറക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവിധ ഫ്രാഞ്ചൈസികളുമായി ഒക്കെ IPL ഗവേണിംഗ് കൗൺസിൽ ഒപ്പം BCCI അധികൃതരൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ 16-ാം തീയതി മത്സരങ്ങൾ പുനരാരംഭിക്കും. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, നേരത്തെ തന്നെ ഈ ഒരു BCCI എല്ലാ ഫ്രാഞ്ചൈസികളോടും എല്ലാ ടീമുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഈ ധരംശാലയിലെ മത്സരം പഞ്ചാബും ഡൽഹിയും തമ്മിൽ നടന്ന മത്സരത്തിനിടെയാണ് ഒരു സുരക്ഷാ ഭീഷണിയെ തുടർന്ന് IPL മത്സരങ്ങൾ ആദ്യം ഒരു ദിവസത്തേക്കും പിന്നീട് ഒരാഴ്ചത്തേക്കും നിർത്തിവെക്കുന്നത്. പിന്നാലെ താരങ്ങൾക്ക് അവധി കൊടുക്കുന്നു, മാനേജ്മെന്റുകൾ താരങ്ങൾക്ക് അവധി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിദേശ താരങ്ങളിൽ പലരും നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയുള്ള താരങ്ങൾ പലരും സ്വന്തം വീടുകളിലേക്കൊക്കെ മടങ്ങുന്ന കാഴ്ചയുണ്ടായിരുന്നു. അവരുടെ തിരികെ മടങ്ങി ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ BCCI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നാട്ടിലേക്ക് മടങ്ങിയ മുഴുവൻ താരങ്ങളും ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ടീമിനൊപ്പം ചേരണം എന്ന് ഫ്രാഞ്ചൈസികൾക്ക്, ടീമുകൾക്ക്, മാനേജ്മെന്റുകൾക്ക് BCCI നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന 16-ാം തീയതി മത്സരങ്ങൾ പുനരാരംഭിക്കും. 30-ാം തീയതിക്കുള്ളിൽ മുഴുവൻ മത്സരങ്ങളും തീർക്കാനാണ് എന്തായാലും BCCI ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം ഈ വിദേശ താരങ്ങൾക്ക് ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലെ താരങ്ങൾക്ക് അവർക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾ ജൂൺ മുതൽ ഉണ്ട്. അവർക്ക് അനുവദിച്ച സമയം മെയ് മാസം വരെയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളാണ് അവർക്ക് IPL വേണ്ടി പൂർണ്ണമായും അനുവദിച്ചത്. ആ ഒരു സമയം ഈ ഒരു 30-ഓടുകൂടി അവസാനിക്കും. അതിന് പിന്നാലെ അവർക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുൻപായി തന്നെ ഈ മെയ് 30-ാം തീയതിക്ക് മുൻപായി തന്നെ ഈ ഒരു മത്സരങ്ങൾ പൂർണ്ണമായി നടത്തി 17 മത്സരങ്ങളും നടത്തി ഈ ഒരു IPL സീസൺ പൂർണ്ണമായി പൂർത്തിയാക്കാനാണ് എന്തായാലും BCCIയും IPL ഗവേണിംഗ് കൗൺസിലും ലക്ഷ്യമിടുന്നത്. രോഹിണി, ശരി. നിഖിൽ കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.